ഹലോ മൈ ഗൈസ്, നമുക്കെന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മളൊരു കല്യാണത്തിന് പോവുകയാണേ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് ഒരുങ്ങിയാലോ? അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഫേസിൽ നന്നായി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഡാംഡോക്കിൻ്റെ സൺസ്ക്രീൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ട് നമ്മൾ ആരും പുറത്ത് പോകാറില്ല, കാരണം ഭയങ്കര ചൂടാണ്. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ 3 in ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഫേസ് സ്കാനായിട്ട് അതും അതിൻ്റെ തന്നെ സ്ട്രോബ് ക്രീമും മിക്സ് ചെയ്തിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഫേസ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഫേസിൽ. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ഐ ഷാഡ് പാലറ്റ് എടുത്തിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ ഐ ഷാഡും അതുപോലെ തന്നെ ഐ ഷാഡ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രഷുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ മാഡ്സിൻ്റെ ഐലൈനർ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, ആരും ലിങ്കൊന്നും ചോദിക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് ഐലൈനർ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാഡ്സിൻ്റെ തന്നെ നല്ലൊരു ലിപ്സ്റ്റിക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളുണ്ടല്ലോ സെറ്റിംഗ് സ്പ്രേ കൂടി അടിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യേണ്ടേ, പ്രത്യേകിച്ച് മോഡലൊന്നും കിട്ടുന്നില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മാച്ചായിട്ടുള്ള ഇയറിങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ മേക്കപ്പും റെഡി ആവലും ഒക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ വളയും ഒരു വാച്ചും കൂടി ഇട്ട് കിടന്നപ്പോൾ ശരിക്കും ഫുള്ളായിട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ആദൂനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദൂട്ടി നല്ല എന്നെ കണ്ടത് ക്യാമറ കണ്ടത് ഓടുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഉമ്മച്ചി എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോയത് കേട്ടോ. വടക്കേത്ര സംസ്കൃതി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ വെഡിങ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് നമ്മൾ നേരെ പോയത് വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. മനു കാറ്ററിങ്ങിൻ്റെ വകയായിരുന്നു കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നാടൻ സദ്യയാണ് കേട്ടോ. അവർ ബിരിയാണി കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിലും നാടൻ സദ്യ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പായസം കൂടി കുടിച്ച് മണ്ഡപത്തിൽ കൂടെ കറങ്ങി പെണ്ണിനൊക്കെ കണ്ട് നമ്മൾ നേരെ വീട്ടിൽ തന്നെ സ്കൂട്ടായിട്ടുണ്ട് കേട്ടോ.